തിരുവാങ്കുളത്ത് കൊല്ലപ്പെട്ട 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. പ്രതിയെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് മാറ്റും. കിരൺ കുമാർ ചേരുന്നു. കിരൺ, തിരുവാങ്കുളത്ത് കൊല്ലപ്പെട്ട 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി നിലവിൽ റിമാൻഡിലായിരിക്കുന്നു. തുടർ നടപടികൾ എങ്ങനെയാണ്? രോഹിണി, ഇന്ന് വൈകിട്ട് 7:30 നേരത്തെ കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. ഇയാളെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ പിന്നീട് മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഈ കൊലപ്പെടുത്തിയതിനു ശേഷം കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്താണ് ഈ കുട്ടി പീഡനത്തിനിരയായിട്ടുള്ള വിവരം പുറത്തു വരികയും പിന്നീട് അടുത്ത ബന്ധുവായിട്ടുള്ള ആളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത്. ഇയാൾ 1.5 വർഷത്തോളം കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായിട്ടാണ് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നത്. രോഹിണി, തിരുവാങ്കുളത്ത് കൊല്ലപ്പെട്ട 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. പ്രതിയെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് മാറ്റും. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.